ആ ആ ആ ആ മോനെ ആ ആ ആ ആ ഇതാരത്? ആ ആ കിടന്നോട്ടോ, കിടന്നു. ആ വാവോ വാവോ വാവോ. മംഗള അമ്മയുടെ മോനെ, മംഗള എൻ്റെ മോനെ മോനെ. ആ ആ ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. മംഗള മംഗള ഓം നമ ശിവായ. മംഗള ഇതെന്താ? ഞാൻ നിനക്ക് പഴം കൊണ്ടുവരാൻ പോയതാ, നീ കേൾക്കുന്നില്ലേ? മംഗള. അമ്മേ, ഒരാളിന്റെ ധ്യാനം മുടക്കുന്നത് അശുഭമല്ലേ? അപ്പോൾ പുത്രൻ അമ്മയുടെ മൃദുല ഹൃദയത്തെ വേദനിപ്പിക്കുന്നത് എന്ത് അശുഭമാണോ? മതി അമ്മയോട് തർക്കിച്ചതും ചോദിച്ചതും ഒക്കെ മതി. ഞാൻ പറഞ്ഞില്ലേ, നിന്റെ പ്രായം കളിച്ചു നടക്കാനും കഴിക്കാനുമുള്ളതാണ്. അമ്മേ, ഞാൻ പറഞ്ഞില്ലേ എന്റെ ഇഷ്ടം ആഹാരം കഴിക്കാനും കളിക്കാനും ഒന്നും അല്ലെന്ന്? മംഗല, ഈ പ്രായത്തിൽ കുട്ടികൾ കളികളൊക്കെ ഇഷ്ടപ്പെടണം. നീ വെറും ബാലനാണ്. ഞാൻ അമ്മയല്ലേ, എനിക്ക് നിന്റെ കുട്ടിക്കളികൾ കാണണം, അത് കണ്ട് ആനന്ദിക്കണം. ഇല്ല, എനിക്ക് ശിവനെ ധ്യാനിക്കണം. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. നാരായണ നാരായണ നാരായണ, ശ്രീമന്നാരായണ നാരായണ നാരായണ. വന്നാലും ദേവർഷേ, എന്റെ പ്രണാമം സ്വീകരിച്ചാലും. മംഗളം ഭവ. വിധാത അങ്ങയുടെ ആശീർവാദം സഫലീകരിക്കട്ടെ. നിന്റെ ശബ്ദവും നേത്രങ്ങളും നിന്റെ മനോവിഷമം വിളിച്ചോതുന്നു പൃഥ്വിദേവി. ഞാൻ അനുഭവിക്കുന്ന മനോവിഷമം എന്റെ ഹൃദയത്തിന് ഉൾക്കൊള്ളാനാകുന്നില്ല ദേവർഷേ, അതിനാൽ അത് പ്രകടമാകുന്നു. വിഷമത്തിന് കാരണമെന്ത് ദേവി? ദേവർഷേ, എന്റെ ദുഃഖം അകറ്റാൻ ഒരു മാർഗമാണ് ഞാൻ ആരായുന്നത്. ദുഃഖ കാരണം അങ്ങക്ക് അറിവുള്ളതല്ലേ? നിന്നെ കൂടാതെ നിന്റെ കുടുംബത്തിൽ നിന്റെ പുത്രൻ മംഗലനുമുണ്ട്. എന്റെ വിശ്വാസം നിങ്ങളുടെ ഭേദബുദ്ധിയാണ് ദേവിയുടെ വിഷമത്തിന് കാരണമെന്നാണ്. അങ്ങയുടെ അനുമാനം സത്യം തന്നെ ദേവർഷേ. പക്ഷേ മംഗലൻ വെറും ബാലനല്ലേ? ഈ പ്രായത്തിൽ ഭേദബുദ്ധി അവരുണ്ടാകുവാൻ സാധ്യതയില്ലല്ലോ. അങ്ങനെയുള്ള ഭേദബുദ്ധി അല്ല, അങ്ങയുടെ വിശ്വാസം ശരിയല്ല. ദേവി, മതഭേദവും ഭേദബുദ്ധിയും അനേകം പ്രകാരത്തിലുണ്ട് എന്നതെനിക്കറിയാം. പക്ഷെ അങ്ങനെയും ഇങ്ങനെയും എന്താണെന്ന് എനിക്കറിയില്ല. ദേവർഷേ, വിനോദം പറയുക അങ്ങയുടെ സ്വഭാവമാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ അത്യന്തം ദുഃഖിതയാണ്. ദേവി, അവിടുത്തെ ദുഃഖത്തിൽ ഞാൻ പൂർണ്ണമായി സഹതപിക്കുന്നു. പക്ഷെ ആ ദുഃഖം എന്താണ്? അത് പറഞ്ഞാലും. ഒരു മാതാവിന് ഇതിലും വലിയ ദുഃഖം എന്താണ് ഉണ്ടാവുക? സ്വന്തം പുത്രൻ അവളുടെ മമതയുടെ വില അറിയുന്നേയില്ല, അവളെ അമ്മയെന്ന് വിളിക്കുന്നില്ല, ആ മാതൃത്വത്തിന്റെ മഹത്വം അറിയുന്നില്ല. പുത്രൻ എന്നതിന്റെ അർത്ഥം തന്നെ അവനറിയില്ല. അയ്യയ്യയ്യേ, നീ പൃഥ്വി മാതാവാണ്, സർവർക്കും മാതാവ്. ഈ ഭൂലോകത്തിലെ മനുഷ്യവർഗം, ജന്തുവർഗം, പക്ഷിവർഗം എല്ലാവരും നിന്റെ മടിത്തട്ടിൽ ആനന്ദത്തോടെ വസിക്കുന്നു. നീ പൃഥ്വി മാതാവായിട്ട് കൂടി വെറുമൊരു പിഞ്ചു ബാലനിൽ ഇത്രയധികം ആശകൾ വെച്ചുകൊണ്ടിരിക്കുന്നു. നാരായണ നാരായണ, ഇത് നീ മംഗലനോട് ചെയ്യുന്ന അന്യായമാണ്. അന്യായം ഞാനല്ല, എന്നോട് മംഗളനാണ് ചെയ്യുന്നത്.
അവന്റെ അമ്മേ എന്നുള്ള ഒരു വിളി കേൾക്കാൻ ഞാൻ കൊതിക്കുകയാണ്. പരമശിവനാൽ പ്രദാനം ചെയ്യപ്പെട്ട എന്റെ പുത്രൻ നാളിതുവരെ അവന്റെ മാതാവിനോട് മമത കാണിച്ചിട്ടേയില്ല. ദേവി, അവിടുത്തെ ഹൃദയം വിശാലമാണ്. എന്തിനാണ് ബാലചാബല്യത്തിന് ഇത്ര പ്രാധാന്യം നൽകുന്നത്? ഭഗവാൻ പരമശിവനോട് കൃതജ്ഞത തോന്നേണ്ടതല്ലേ? അദ്ദേഹം ദേവിക്ക് പുത്രനെ നൽകി, പൃഥ്വിപുത്രൻ എന്ന നാമധേയവും നൽകി. മംഗലൻ അവിടുത്തെ പുത്രനാണ്, ദേവി അവന്റെ മാതാവും. ഈ സത്യം ലോകത്തിന് അറിവുള്ളതല്ലേ? ഈ സത്യം അവിടത്തേക്ക് ആനന്ദത്തിന് കാരണമാകേണ്ടതല്ലേ? പ്രകൃതി നിയമങ്ങളെ പറ്റി ബോധവതിയായി പ്രവർത്തിക്കൂ. നാരായണ നാരായണ നാരായണ, ശ്രീമൻ നാരായണ നാരായണ നാരായണ. പാർവതി, പാർവതി. പാർവതിയെ വിളിക്കുകയാണോ? ആ, എവിടെ പോയെന്നറിയില്ല. അവളുടെ മുറിയിലില്ല. ദേവി അവളെ വിളിക്കുന്നത് കേട്ടാൽ അവൾ 2 വയസ്സുള്ള പിഞ്ചു ബാലികയാണെന്ന് തോന്നുന്നു. ദേവിയുടെ പരിഭ്രമം കണ്ടാൽ പ്രഭാതം മുതൽ അവളെ കണ്ടിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. അങ്ങ് പിതാവല്ലേ, മാതാവിന്റെ വാത്സല്യം അറിയില്ല. വാത്സല്യമുള്ള പാർവതി മാതാവേ, വിധാതാവ് നമുക്ക് മനസ്സിനോടൊപ്പം മസ്തിഷ്കവും തന്നിട്ടുണ്ട്. മസ്തിഷ്കം ഉപയോഗിച്ച് ആലോചിച്ചാൽ മനസ്സിലാകും, ഇപ്പോൾ നമ്മുടെ പുത്രി പാർവതിയെ കുലഗുരു ഗർഗമുനി വിദ്യ അഭ്യസിപ്പിക്കുകയാണെന്ന്. അതെ, ആ, ഞാൻ ഓർത്തതേയില്ല. പാർവതി ഇപ്പോൾ അധ്യയനം ചെയ്യുകയാവും. കുലഗുരു ഗർഗമുനി അവളെ പഠിപ്പിക്കുകയും. ഇപ്പോൾ ഓർമ്മ വന്നല്ലോ. ഗുരുദേവ, എല്ലാ സാധകരും ഓം എന്ന് ജപിക്കുന്നത് എന്തിനാ? ഓം സർവവ്യാപിയാണ്. സർവവ്യാപി എന്നാൽ എന്താണ്? സർവസ്ഥാനങ്ങളിലും വിരാജിക്കുന്നത്. എവിടെ? ഓമിനെ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല, ഒരിക്കലും കണ്ടിട്ടില്ല. ഓം കാണപ്പെടുന്ന ഒരു വസ്തുവല്ല, അറിയാനും ഗ്രഹിക്കാനുമുള്ള ശക്തിയാണ്. ശക്തി? എങ്ങനെ മനസ്സിലാക്കാം ആ ശക്തിയെ? വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ ഓം എന്ന ശക്തി സത്യരൂപത്തിൽ അവനോടൊപ്പമുണ്ടാകും. എന്നോടൊപ്പവും? ആ, അങ്ങയോടൊപ്പവും? ആ. പക്ഷെ ഗുരുദേവ, ആ ശക്തിയുടെ അനുഭവം ഉണ്ടായിട്ടേ ഇല്ലല്ലോ. അതിൽ വിശ്വസിക്കുന്നവർക്ക് ഉടനെ ഉണ്ടാകും. പക്ഷേ ഓം വിശ്വസിക്കുന്നില്ല എങ്കിലും വ്യക്തിയെ വിട്ടുമാറാറില്ല. എങ്ങനെ ഗുരുദേവ? വ്യക്തി ബാല്യദശയിൽ ആദ്യമായി ഉച്ചരിക്കുന്ന ശബ്ദം ആ, ഉ, മാ എന്ന ധ്വനിയാണ്. ആ, ഉ, മ ചേർന്ന് ഓം എന്നാകുന്നു. ഒരു വ്യക്തി മൃത്യുവിന് മുൻപ് വൃദ്ധാവസ്ഥയിലെത്തുമ്പോൾ അപ്പോഴും ദേഹപീഡ കൊണ്ട് ആ, ഉയ്, മാ, രേ, അതായത് ആ, ഉ, മേ സംയോജിച്ച് ഓം എന്നുച്ചരിക്കുന്നു. ഇപ്രകാരം ജനനം മുതൽ മരണം വരെ വ്യക്തിക്ക് ഓമിനോട് ബന്ധമുണ്ട്. കാരണം ഓം സർവവ്യാപകമാണ്. പാർവതി, ഓമിന്റെ സർവവ്യാപകത്വം മനസ്സിലായില്ലേ? ആ ഗുരുദേവ, ഓം സർവവ്യാപകമാണ്. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഇവന് ശിവാരാധന ഒഴിഞ്ഞ സമയമേ ഇല്ല. ഓം നമഃ ഇനി ശിവായ, എപ്പോഴാണ് ഓം ആഹാരം നമഃ കഴിക്കുക? ശിവായ, ഓം നമഃ 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 ശിവായ, ഓം നമഃ